സിനിമയിലെ ഗാംഭീര്യമുള്ള ശബ്ദം കൊണ്ടും നിലപാടുകളിലെ വിട്ടുവീഴ്ചയില്ലാത്ത കരുത്തുകൊണ്ടും ഇന്ത്യൻ സിനിമയെ വിറപ്പിച്ച നടനാണ് പ്രകാശ് രാജ്. പ്രകാശ് രാജിൻ്റെ മാതാവ് സുവർണലതയുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തുന്നത്. ഗ്ലാമർ ലോകത്തിൻ്റെ വെളിച്ചത്തിന് പിന്നിൽ ഒരു സാധാരണക്കാരനായി പ്രകാശ് രാജ് വളർന്നത് അമ്മയുടെ നിഴലിലായിരുന്നു. പ്രകാശ് രാജ് എന്ന മികച്ച കലാകാരനെയും സാമൂഹിക പ്രവർത്തകനെയും വാർത്തെടുത്തത് ആ അമ്മയുടെ പോരാട്ടമാണ്. രാഷ്ട്രീയത്തിലും സിനിമയിലും എത്രയൊക്കെ വിവാദ കൊടുങ്കാറ്റുകൾ അടിച്ചിട്ടും പ്രകാശ് രാജിന് താങ്ങായി നിന്നത് അമ്മയുടെ വാക്കുകളായിരുന്നു. ബാംഗ്ലൂരിലെ വസതിയിൽ വെച്ചായിരുന്നു അമ്മയുടെ അന്ത്യം. വൈകിട്ടോടെ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. സിനിമയിലെ സൂപ്പർ താരങ്ങളും രാഷ്ട്രീയ പ്രമുഖരും ഈ ദുഃഖവാർത്തയറിഞ്ഞ് അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അടക്കമുള്ള പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളും പ്രകാശ് രാജിനെ ആശ്വസിപ്പിക്കാൻ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇന്ത്യൻ സിനിമയിൽ പ്രകാശ് രാജിനെ പോലെ വിവാദങ്ങൾ വേട്ടയാടിയ മറ്റൊരു നടൻ കാണില്ല. തൻ്റെ കടുത്ത രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും ഒട്ടനവധി ശത്രുക്കളെ അദ്ദേഹം സമ്പാദിച്ചു. ട്രോളുകളും സൈബർ ആക്രമണങ്ങളും വേട്ടയാടിയപ്പോൾ പ്രമുഖർ പോലും അദ്ദേഹത്തെ കൈവിട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് പിന്നിൽ ഒരു പാറ പോലെ ഉറച്ചു നിന്നത് ഈ അമ്മയായിരുന്നു. ലോകം മുഴുവൻ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും എന്ന അമ്മയുടെ ആ വാക്കുകളായിരുന്നു പ്രകാശ് രാജിൻ്റെ ധൈര്യം. ഏതു പ്രതിസന്ധിയിലും തനിക്ക് അഭയം നൽകിയ ആ വലിയ തണൽ മരമാണ് ഇന്ന് പ്രകാശ് രാജിന് നഷ്ടമായിരിക്കുന്നത്. 5 തവണ ദേശീയ പുരസ്കാരം നേടി ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ നിൽക്കുമ്പോഴും അമ്മയുടെ മുന്നിൽ അദ്ദേഹം എന്നും ആ പഴയ ചെറിയ മകൻ മാത്രമായിരുന്നു. പ്രകാശ് രാജിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ വലിയ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക.